ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നു നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ ഇന്നത്തെ ദിവസം ഇത് ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് കാണുന്ന ആ നിമിഷം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആകും. ജനറൽ റീഡിംഗ് ആണ്. ഒന്നിലധികം ആൾക്കാർ കാണുന്നത് കൊണ്ട് ഒന്നിലധികം എനർജി ഇതിൽ കടന്നു വരും. ഓക്കെ, ഓവറോൾ എനർജി വന്നിരിക്കുന്നത് 7 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ഒരു പക്വതയില്ലാത്ത ചിന്ത അല്ലെങ്കിൽ പക്വതയില്ലാത്ത പ്രവൃത്തി, ചീറ്റിങ്, ഇതൊക്കെയാണ് ഓവറോൾ എനർജി ആയിട്ട് കാണുന്നത്. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 3, 10, 2, 5, 2, 5, 2 ആവർത്തിച്ചു. നല്ല സ്ട്രോങ് ആയിട്ട് 2 വന്നിട്ടുണ്ട്. 7, 7, 16. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന ഫുൾ സോഡിയാക് സൈനും ഇവിടെ വന്നിട്ടുണ്ട്. മദർ യൂണിവേഴ്സ് എൻ്റെ വ്യൂസിൻ്റെ ഇന്നത്തെ ദിവസം പേജ് ഓഫ് പെൻറ്റിക്കിളാണ് വന്നിരിക്കുന്നത്. ഇന്നേ ദിവസം നിങ്ങൾക്ക് ചില സാമ്പത്തിക അനുഗ്രഹങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകൾ കാണുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ചില ഓഫറുകൾ വരാൻ, സന്തോഷം വന്നു ചേരാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നു. കാരണം ഇവിടെ വന്നിരിക്കുന്നത് ഫുള്ള് പോസിറ്റീവ് കാർഡാണ് വന്നിരിക്കുന്നത്. ടെമ്പറൻസ് എന്ന് പറയുന്നത് തന്നെ ഒരുപാട് അനുഗ്രഹങ്ങളും ഗ്രോത്തുകളുമുള്ള ഒരു കാർഡ്സിനെ സൂചിപ്പിക്കുന്നു. ഇവിടെ 9 ഓഫ് കപ്പ് എന്ന് പറയുന്നതും ഒരുപാട് സന്തോഷവും നിങ്ങൾക്കുള്ള സാമ്പത്തിക ഗ്രോത്തിനെയും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള സാമ്പത്തികമോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും ഒരു മെസ്സേജോ കോളോ വരാനുള്ള സാധ്യതകൾ കാണുന്നു. വിശ്വസിച്ച് അഫർമേഷൻ ചെയ്തെടുക്കുന്നവർക്ക് ഇത് ലഭിക്കുന്നതാണ്. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ 10 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വീണ്ടും വന്നിരിക്കുന്നു. സാമ്പത്തികത്തിൽ കുടുംബ സംബന്ധമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് സാമ്പത്തികത്തിൻ്റെ മറ്റൊരു അനുഗ്രഹം കൂടി വന്നിരിക്കുന്നു. വീണ്ടും 10 ഓഫ് പെൻറ്റിക്കിൾ, വീണ്ടും 9 ഓഫ് പെൻറ്റിക്കിൾ. പെൻറ്റിക്കിളിൻ്റെ ഒരു അഭിഷേകം തന്നെയാണ് നടക്കുന്നത്. നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. ഇവിടെ ഫുള്ള് പെൻറ്റിക്കിളാണ്. നിങ്ങൾക്ക് സാമ്പത്തികമായി ലാഭം വരിക തന്നെ ചെയ്യും. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു സമാധാനം, സന്തോഷം വന്നു ചേരുന്നതായി കാണുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പോകുവാൻ കഴിയുന്നതായിരിക്കാം. നിങ്ങൾ പ്രാർത്ഥനയും അല്ലെങ്കിൽ സ്പിരിച്വലായിട്ട് എവിടെയെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടെ നിങ്ങൾക്ക് പോകാൻ കഴിയും. ഓക്കെ, ഒരു സന്തോഷം, സമാധാനം എല്ലാം കുടുംബത്തിലും ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തത് നോക്കാം എന്തുകൊണ്ടാണ് ഇവിടെ 5 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്. നിങ്ങളിൽ നിന്നും ചില നെഗറ്റീവ് തോട്ടുകൾ നിങ്ങളിൽ നിന്നും വിട്ടകലുന്നു. ഓക്കെ, ചില ബ്ലാക്ക് എനർജികൾ നിങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടകലുന്നതായി കാണുന്നു. നിങ്ങളെ ഇതുവരെയും ശല്യം ചെയ്തുകൊണ്ടിരുന്നതായിട്ടുള്ള നെഗറ്റീവ് തോട്ടുകൾ, നിങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ നിങ്ങൾ ഒരുപാട് ടെൻഷനായിരുന്ന ചില കാര്യങ്ങൾ, ഓവർ തിങ്കിങ് ആയിരുന്ന കാര്യങ്ങൾ നിങ്ങളെ വിട്ട് മുന്നോട്ട് പോകുന്നു. ചില സാമ്പത്തിക പ്രശ്നമായിരിക്കാം, ചില വ്യക്തികളായിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും അത് വിട്ട് നിങ്ങൾ മുന്നോട്ട് ഒരു മൂവ് ഓൺ ആണ് ഇവിടെ കാണിക്കുന്നത്. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 2 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? നിങ്ങൾ ഏത് വിഷയത്തിലാണോ മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം സ്റ്റക്കായി നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾക്കൊരു മൂവ് ഓൺ സംഭവിക്കും. ഓക്കെ, നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ചില വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു ഡബിൾ എനർജിയാണ് നിങ്ങളെ ഇതുവരെയും സ്റ്റക്കാക്കി വെച്ചിരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുകയും അതുകൊണ്ടാണ് നിങ്ങൾക്ക് വന്നിരുന്ന ചില ഓഫറുകളെ നിങ്ങൾ നിരസിച്ചതും നിങ്ങൾക്ക് കാണാതെ പോയതും യൂണിവേഴ്സിൻ്റേതായിട്ടുള്ള ഗിഫ്റ്റുകൾ അല്ലെങ്കിൽ ചില മെസ്സേജുകൾ നിങ്ങൾ സ്വീകരിക്കാതെ നിങ്ങൾ തള്ളിക്കളഞ്ഞത് ഒരു പക്ഷേ ഡബിളിൻ്റെ എനർജി കൊണ്ടാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സമാധാനത്തോടും സന്തോഷത്തോടു കൂടി തീരുമാനമെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതായി കാണുന്നു. ഓക്കെ, ഇന്ന ദിവസമാണ്. ഇതിൽ നിന്നും ഡബിളിൻ്റെ ആ ഒരു പ്രവാഹം നിങ്ങളെ ഒരു കയ്യിലെ നൂൽപ്പാവയെ പോലെ നിങ്ങളെ അമ്മാനമാടിയിരുന്ന ചില ഡബിൾ എനർജികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനോ ഒരു തീരുമാനമെടുക്കുവാനോ കഴിയാതെ ഇരുന്നത്. എന്നാൽ യൂണിവേഴ്സിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നും കിട്ടിയ ആ ഒരു മെസ്സേജ് നിങ്ങൾക്ക് സ്വീകരിക്കുവാനും ഒരു മാറ്റം വരുവാനും നിങ്ങൾ സ്വയം സ്ട്രെങ്ത് എടുക്കുവാനും നിങ്ങൾക്ക് കഴിയില്ല എന്ന് വിചാരിച്ചിരുന്ന ചില കാര്യങ്ങളിലേക്ക് കടന്നു പോകുവാനും നിങ്ങൾക്ക് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഹാപ്പി ഫീല് ലഭിക്കുന്ന ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു എനർജി നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കാം. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്.
നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇവിടെ 5 ഓഫ് സോഡ് വന്നിരിക്കുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വ്യക്തിയാൽ നിങ്ങൾ അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സാഹചര്യം വളരെ മോശമായി തീർന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് നല്ലതും ചീത്തയും തിരിച്ചറിയുകയും ആ വ്യക്തിയിൽ നിന്നും സൈലൻ്റായിട്ട് മാറുകയും നിങ്ങൾക്ക് ഒരു വിജയം വന്നു ചേരുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ ഏതെങ്കിലും സാമ്പത്തികമായിരിക്കാം, റിലേഷൻഷിപ്പായിരിക്കാം, ഇതിനിടയിൽ ചില വ്യക്തികൾ കടന്നുകൂടി നിങ്ങളെ തോൽപ്പിച്ച് നിങ്ങളെ മാനസികമായി തകർത്തിരുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ മുകളിൽ നിങ്ങൾക്ക് ഒരു വിജയം വന്നു ചേരാൻ പോകുന്നു. അതിന് കാരണം യൂണിവേഴ്സിൽ നിന്നുള്ള സ്പിരിച്വൽ മെസ്സേജാണ് നിങ്ങളെ മാറ്റിയിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ കാണുന്നുണ്ട്. നല്ലതും ചീത്തയും എല്ലാം വേർതിരിച്ചറിഞ്ഞ് നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നും നിങ്ങളെ ചതിക്കുന്നു എന്ന് മനസ്സിലാക്കിയിരുന്ന വ്യക്തിയിൽ നിന്നും പതുക്കെ സൈലൻ്റായിട്ട് മാറുവാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. വിജയം നിങ്ങളിൽ വന്നിരിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളിൽ ഒരു മാറ്റം കാണുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. കുറച്ച് നാളായി വിദേശത്തേക്ക് കടന്നു പോകണം, അതിന് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു തടസ്സമായി നിന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ചാരിയേറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വിദേശത്തേക്ക് കടന്നു പോകുന്നതിന് വേണ്ടി 2 യാത്രയുടെ കാർഡാണ്. നിങ്ങൾക്ക് വിദേശത്ത് വിദ്യാഭ്യാസത്തിനായാലും അല്ലെങ്കിൽ ജോലി സംബന്ധമായാലും അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് നാട്ടിലേക്കായാലും നിങ്ങൾക്ക് ഒരു യാത്രയാണ് കാണുന്നത്. അതിനുള്ള എല്ലാ വഴികളും നിങ്ങൾക്ക് തുറന്ന് ലഭിക്കുന്നുണ്ട്. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഒരു ടവർ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നു. ഇതുവരെയും നിങ്ങളുടെ ജീവിതത്തിൽ അന്ധകാരങ്ങൾ, ഡെവിളിൻ്റെ 5 ഓഫ് പെൻറ്റിക്കിളിൻ്റെ തൊട്ട് താഴെയാണ് ഡെവിളിൻ്റെ എനർജിയും വീണ്ടും വന്നിരിക്കുന്നത്. ടവറാണ്. മേജർ ആർക്കാന കാർഡാണ് വന്നിരിക്കുന്നത്. വളരെ ഈ അടുത്ത സമയത്തായി നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഒരു ബ്രേക്ക് ത്രൂ സംഭവിച്ചിരിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ബന്ധത്തിലാണെങ്കിലും നിങ്ങൾ ചില കാര്യങ്ങളെ അവസാനിപ്പിച്ചിരിക്കുന്നതായി കാണുന്നു. ഒരുപാട് നാളായി ചില നെഗറ്റീവ് എനർജിയിൽ നിങ്ങൾക്ക് സമാധാനമില്ലാതെ പോയിരുന്ന ചില കാര്യങ്ങളെ നിങ്ങൾ പൊട്ടിച്ചെറിഞ്ഞിരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് സമാധാനത്തിന് വേണ്ടി ചില കാര്യങ്ങളെ നിങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നതായി കാണുന്നു. ബ്ലാക്ക് എനർജി നിങ്ങളെ വിട്ട് പോയിരിക്കുന്നതായി കാണുന്നു. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവുമാണ് ഉണ്ടാകുന്നത്. ചില തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളിൽ നിന്നും മാറിപ്പോവുകയോ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്യുകയോ ചെയ്തിരിക്കുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് 7 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. 7 ഓഫ് സോഡ് പറയുന്നത് നിങ്ങളുടെ മുൻവിചാരമില്ലാതെ നിങ്ങൾ എടുത്തു ചാടിയ ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒരുപാട് മുറിവുകൾ, മാനസികമായ വേദനകൾ നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾ ഒരു മൂവ് ഓൺ, ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾക്കൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഇതുവരെയും നിങ്ങൾ ചെയ്തു കൂട്ടിയതായിട്ടുള്ള നിങ്ങളുടെ എടുത്തുചാട്ടമോ അല്ലെങ്കിൽ മുന്നും പിന്നും ചിന്തിക്കാതെ നിങ്ങൾ ചെയ്ത ചില പ്രവൃത്തികളിൽ നിങ്ങളുടെ ഹൃദയത്തെ നോവിച്ചതായിട്ടുള്ള ചില വിഷയങ്ങൾക്ക് നിങ്ങൾ ഡെത്ത് കൊണ്ടുവന്നിരിക്കുന്നു, അവസാനിപ്പിച്ചിരിക്കുന്നു. ഇവിടെ ടവറാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ ഒരു പുതിയ വ്യക്തിയായി മാറിയിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു സണ്ണിനെ കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സെൽഫ് ലവ് വന്നിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ പുറത്താക്കിയിരിക്കുന്നു. നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങൾ മറ്റൊരു വ്യക്തിയായി മാറുവാൻ തീരുമാനിച്ചിരിക്കുന്നു. സ്വന്തം സ്പിരിച്ചിലേക്ക് അല്ലെങ്കിൽ സ്വന്തം ആത്മാവിലേക്ക് നോക്കി സന്തോഷിക്കുവാൻ, തൻ്റെ ഗോളിലേക്ക് സെറ്റ് ചെയ്ത് സന്തോഷിക്കുവാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഒരു അനുഗ്രഹം വന്നു ചേരാൻ പോകുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ദിവസം. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായിട്ടാണ് വരുന്നത്. ഓക്കെ, ചില കാര്യങ്ങളെ നിങ്ങൾ അവസാനിപ്പിക്കാൻ പോകുന്നു. സാമ്പത്തിക അനുഗ്രഹം ഇന്നേ ദിവസം നിങ്ങൾക്ക് നല്ല രീതിയിൽ വന്നു ചേരുന്നു. നിങ്ങൾക്ക് അഫർമേഷൻ ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വരുന്ന സാമ്പത്തികമാണ്. നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് മെസ്സേജ് വരുന്നു, അത് നിങ്ങൾക്ക് വരുന്ന മെസ്സേജാണ് എന്ന് നിങ്ങൾക്ക് അഫർമേഷൻ ചെയ്ത് എടുക്കാവുന്നതാണ്. നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് വിശ്വസിക്കുന്നു, ആ എനർജിയെ യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ കേന്ദ്രത്തിലേക്ക് നിങ്ങൾ അയക്കുന്നുവോ, നിങ്ങൾക്കതിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ജെമിനി, ലിബ്ര, അക്വേറിയസ്, ക്യാൻസർ, സ്കോർപിയോ, സ്പൈസീസ്. ഓക്കെ, ഇവിടെ 9 ഗ്രഹങ്ങളും വന്നിട്ടുണ്ട്. മേടം, ചിങ്ങം, ധനു, മിഥുനം, തുലാം, കുംഭം, ഇടവം, കന്നി, മകരം, കർക്കിടകം, വൃശ്ചികം, മീനം. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴുള്ള, നിങ്ങൾ ആരെയാണോ മനസ്സിൽ ഇപ്പോൾ വിചാരിക്കുന്നത് അവരുടെ
ഇപ്പോഴുള്ള കറണ്ട് ഫീലിങ്സ്. ഓക്കെ, പ്ലീസ് കേൾവി മദർ യൂണിവേഴ്സ്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന 5, 3, 9, 8. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ എന്താണ് മനസ്സിൽ വിചാരിക്കുന്നത്, നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് ചിന്തയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. പ്ലീസ് കേൾവി മദർ യൂണിവേഴ്സ്. ഇവിടെ ഹെയറോഫൻ്റ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഭക്തി മാർഗത്തിൽ കൂടി കടന്നു പോകുന്നു. ഓക്കെ, ഒരുപാട് ഭക്തിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ചില തേർഡ് പാർട്ടി സിറ്റുവേഷനും ഇവിടെ കാണുന്നുണ്ട്. വ്യക്തികളുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ സാമ്പത്തിക കാര്യമോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടോ ചില വ്യക്തികളെ കാണാൻ പോകുന്നു. ചില വ്യക്തികളിൽ നിന്നും ഉപദേശങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന ആൾക്കാർ മറ്റ് ചില വ്യക്തികളുടെ അടുത്ത് ചെന്ന് സാമ്പത്തികം ചോദിക്കുന്നത്, ചില ബാങ്കുകളിലോ അല്ലെങ്കിൽ ചില പ്രൈവറ്റ് സ്ഥാപനങ്ങളിലോ പോയി സാമ്പത്തികം അന്വേഷിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയും കാണുന്നുണ്ട്. ഓക്കെ, അവരിപ്പോൾ വളരെ ഡിപ്രഷൻ സ്റ്റേജിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉള്ളതായി കാണുന്നു. ഒരുപാട് വേദനയിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി എന്തിനൊക്കെയോ ഭയപ്പെടുന്നതായി കാണുന്നു. ഒരുപക്ഷെ നിങ്ങളെ ഭയപ്പെടുന്നതായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളെ ഭയപ്പെടുന്നതായി കാണുന്നു. ഓക്കെ, സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഹൃദയം വളരെ വേദനിച്ചിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. അവർക്ക് മറ്റെന്തൊക്കെയോ ചിന്തകൾ കാരണം അവരുടെ ഹൃദയം ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. എന്തുകൊണ്ടാണെന്ന് നോക്കട്ടെ. ജീവിതത്തിലൊരു മാറ്റം സംഭവിക്കുന്നില്ല. ജീവിതത്തിൽ മാറ്റം സംഭവിക്കാതെ അവർക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല. അവരിപ്പോഴും സ്റ്റക്ക് സിറ്റുവേഷനിൽ കൂടിയാണ് നിൽക്കുന്നത്. എത്രയൊക്കെ ശ്രമിച്ചിരുന്നാലും അവരുടെ ജീവിതത്തിൽ നിന്നും അന്ധകാരം മാറുന്നില്ല. അവർക്ക് മാറിപ്പോകാൻ കഴിയുന്നില്ല. മുന്നോട്ടൊരു യാത്ര കഴിയുന്നില്ല എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു വേദനയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഓക്കെ, അവർ പ്രതീക്ഷിക്കുന്നത് പോലെ ജീവിതം മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷനാണ് ഇപ്പോഴുള്ളത്. പ്ലീസ് കേൾവി മദർ യൂണിവേഴ്സ്. നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പ്ലീസ് കേൾവി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ നൈറ്റ് ഓഫ് വാൺസ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൻ്റെ ജീവിതത്തിൽ ഉടൻ തന്നെ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു. ഒരു മൂവ് ഓൺ ആണ് വന്നിരിക്കുന്നത്. ചില സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ പൂർണ്ണമായും വിട്ട് പോകുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഓക്കെ, ഇത് ടെമ്പറൻസിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ചില തേർഡ് പാർട്ടി സിറ്റുവേഷനെയാണ് കാണിക്കുന്നത്. വ്യക്തികളെ വിട്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഫാമിലിയിലേക്ക് തിരിച്ചു വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്? വീണ്ടും നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ വേണമെന്നും ദ വേൾഡിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. വീണ്ടും ഒരു റീയൂണിയൻ വേണമെന്നും ഇതുവരെ ജീവിതത്തിൽ ഉണ്ടായതെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങളുമായിട്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോകണമെന്നും നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇവിടെ 9 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. 9 ഓഫ് കപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളില്ലാണ്ട് അവരുടെ ജീവിതത്തിൽ ഒന്നും നേടിയെടുക്കാൻ പറ്റുന്നില്ല. നിങ്ങളെന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഫുൾഫിൽമെൻ്റ് ആണെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചതിനെ അവസാനിപ്പിച്ചുകൊണ്ട് തന്നെ വീണ്ടും ഒന്ന് തുടങ്ങുക എന്നുള്ള ഒരു ചിന്തയിൽ, ഒരു എനർജിയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് കടന്നു പോകുന്നത്. ഓക്കെ, എന്നിരിക്കുന്നത് 8 ഓഫ് വാണ്ടാണ്. 8 ഓഫ് വാണ്ട് എന്ന് പറയുന്ന ഒരു സഡൻ ആക്ഷനാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ ഉണ്ടാകാൻ പോകുന്നത്. ഒരു ഗ്രോത്ത് ഉണ്ടാകാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നു. നിങ്ങളുടെ പേഴ്സൻ്റെയും ജീവിതത്തിൽ ഒരു മാറ്റമാണ് ഉടൻ തന്നെ ഉണ്ടാകാൻ പോകുന്നത് ഈ റിലേഷൻഷിപ്പിന്. ഓക്കെ, ഏതാണ്ട് വീണ്ടും വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോഡാണ്. വളരെ സ്പീഡിനാണ് ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നത്. ഒരു മൂവ് ഓൺ ആണ്. നിങ്ങളുടെ പേഴ്സൺ ഇതുവരെ നിൽക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻ, നിങ്ങളെ ബ്രേക്കപ്പ് ചെയ്ത് നിൽക്കുന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ നിന്ന് ഒരു മാറ്റം നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ വിദേശത്തേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ പേഴ്സണ് വിദേശത്തേക്ക് കടന്നു പോകുന്നതിനുള്ളൊരു ചാൻസസും ലഭിക്കുന്നതാണ്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം സാധിക്കുമോ എന്നുള്ളതാണ് അടുത്തത്. പ്ലീസ് കേൾവി മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം സാധിക്കുമോ? പ്ലീസ് കേൾവി മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയിൽ നിന്നും ഏറ്റവും കറക്റ്റായിട്ട് പറയുവാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യൂണിവേഴ്സിൽ നിന്ന് തന്നെ ഇറങ്ങി വരുന്ന കാർഡായി മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വ്യൂവേഴ്സ് മനസ്സിൽ വിചാരിക്കുന്ന കാര്യം സാധ്യമാകുമോ? ഏറ്റവും കറക്റ്റായിട്ട്
ഇത് അവർക്ക് നൽകണമേ, അഫർമേഷൻ ചെയ്യുവാൻ സാധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫസ്റ്റ് കാർഡ്, സെക്കൻഡ് കാർഡ്. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം സാധ്യമാകുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇമോഷണൽ സപ്പോർട്ട് ഇവിടെ കുറവാണ്. കുറച്ച് റൂഡ് ബിഹേവിയർ ആണെങ്കിലും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം ഉറച്ച വിശ്വാസത്തിൽ തന്നെയുള്ള കാര്യം തന്നെയാണ് നടക്കുന്നത്. നിങ്ങൾ സാമ്പത്തികത്തിനോ മറ്റേതെങ്കിലും 2 സിറ്റുവേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ജഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് തന്നെ വന്നു ചേരുന്നതാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. രണ്ടാമത്തെ ഇത് ഒരു മൂവ് ഓൺ ആണ് കാണിക്കുന്നത്. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കൊരു മാറ്റം സംഭവിക്കുന്നു. നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിച്ചത് അത് ആ ഒരു വിഷമങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സങ്കടത്തിൽ നിന്ന് നിങ്ങൾക്കൊരു സമാധാനം ലഭിക്കുന്നതായിട്ടുള്ള ഒരു മെസ്സേജോ സാഹചര്യമോ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം തന്നെ ഉണ്ടാകുന്നതാണ്. താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾ വളരെ വിഷമിച്ച് അല്ലെങ്കിൽ അടിയും വഴക്കുമായിട്ട് ഏതെങ്കിലും രീതിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ഒരു മൂവ് ഓൺ സംഭവിക്കുന്നതാണ്. ഒരു വിജയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ്. താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചത് അത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. ഓക്കെ, നിങ്ങൾക്കൊരു വിജയമാണ് വന്നു ചേരുന്നത്. നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ഇരിക്കുന്നത് കൊണ്ട്, നിങ്ങൾ അഫർമേഷൻ ചെയ്യുന്നതായിട്ടുള്ള, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള വിഷയങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് നിങ്ങൾക്ക് വരുന്നത്. ഇത്രയും നാളായിട്ട് നിങ്ങൾ എഫേർട്ട് ഇട്ടിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ഒരു പക്ഷേ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിരുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായിരിക്കാം ഒരുപാട് സമയമോ അല്ലെങ്കിൽ മനസ്സോ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത ചില വ്യക്തികളായിരിക്കാം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ ഓക്കെ, ഒരു റീയൂണിയന് സാധ്യതയുണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഒരു റീയൂണിയന് വേണ്ടിയിട്ടുള്ള കാർഡാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ റീയൂണിയന് സാധ്യതയുണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ്, സെക്കൻഡ്. ഫസ്റ്റ് വന്നിരിക്കുന്നത് ജഡ്ജ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് ന്യായം ലഭിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും സംഭവിച്ച കാര്യത്തിൻ്റെ ഒരു മാറ്റമാണ് നിങ്ങൾക്ക് വരുന്നത്. ഒരു ചില കാർമിക് സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വിട്ടുപോകുന്നുണ്ട്. ഓക്കെ, സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. ചില വ്യക്തികൾ നിങ്ങളിലേക്ക് നിങ്ങൾ മെസ്സേജും കോളും ഇല്ലാതെ ഇരുന്ന് വിഷമിക്കുന്നെങ്കിൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചത് അത് നിങ്ങൾക്ക് അനുകൂലമായി സംഭവിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് നീതി ലഭിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാർഡുകാർക്കും ഇത് മജീഷ്യൻ്റെ കാർഡാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഏസ് ഓഫ് വാൻസ് ആണ്. ആഗ്രഹിക്കുന്നത് എന്താണോ അത് നിങ്ങളിലേക്ക് പൂർണ്ണതയിൽ എത്തിക്കുവാൻ പോകുന്നു. ഓക്കെ, 9 ഓഫ് പെൻഡിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരുപാട് സന്തോഷവും സമൃദ്ധിയും നിങ്ങളെ തേടി എത്തുന്നു എന്നുള്ളതാണ്. നിങ്ങൾ അഫർമേഷൻ ചെയ്തിരിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ള എനർജി കൂടിയാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് അഫർമേഷൻ ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.